ചോറ് കഴിക്കുന്നതിനിടയിൽ 1.5 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം കൊലപാതകം. കുട്ടിയുടെ അമ്മയും പങ്കാളിയും പോലീസ് കസ്റ്റഡിയിൽ. കുഞ്ഞ് നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പോലീസ്. തലയിൽ പരിക്കേറ്റതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ ശരീരത്തിൽ സിഗരറ്റ് വെച്ച് പൊള്ളലേൽപ്പിച്ച പാടുകളുണ്ട്. ശരീരമാസകലവും ജനനേന്ദ്രിയത്തിലടക്കവും മുറിവുകളുണ്ട്. സംഭവത്തിൽ നെടുമങ്ങാട് സ്വദേശികളായ അഖില, അഷ്കർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. രണ്ടാനച്ഛൻ അഷ്കർ 1.5 വയസ്സുള്ള കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കളും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. 1 മാസം മുൻപ് അഷ്കർ കുഞ്ഞിന്റെ കൈയടിച്ചൊടിക്കുകയും വിഷയത്തിൽ നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അമ്മ തൊട്ടിലിൽ ഏൽപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ കുഞ്ഞിനെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് മുത്തച്ഛൻ പറഞ്ഞെങ്കിലും കേട്ടില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയ നിലയിൽ അഷ്കറാണ് ഇന്നലെ കുഞ്ഞിനെ SIT ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ഇൻക്വസ്റ്റിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടെത്തിയതോടെയാണ് ക്രൂരത പുറത്തായത്. 1.5 വയസ്സുകാരൻ അർഷിദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് നടുക്കുന്ന വിവരങ്ങൾ. അമ്മ അഖിലയോടും അവരുടെ പങ്കാളി അഷ്കറിനോടുമൊപ്പം കഴിഞ്ഞിരുന്ന കുട്ടി നിരന്തരം മർദ്ദനത്തിനിരയായി. ഇത് ആന്തരിക രക്തസ്രാവത്തിന് കാരണമായി. ഭക്ഷണം നൽകിയപ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയെന്നും ഛർദ്ദിച്ചെന്നും പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ SIT ആശുപത്രിയിൽ എത്തിച്ചത്. കുഞ്ഞ് ഛർദ്ദിച്ചത് ആന്തരിക രക്തസ്രാവം കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. മരണത്തിൽ സംശയമുണ്ടെന്ന് അമ്മൂമ്മയും അപ്പൂപ്പനും പരാതി നൽകിയിരുന്നു. 1 മാസം മുൻപാണ് മുത്തശ്ശിക്കൊപ്പം താമസിച്ചിരുന്ന അർഷിദിനെ അമ്മ അഖില കൂട്ടിക്കൊണ്ടുപോയത്. അന്നുമുതൽ അർഷിദ് ക്രൂരമർദ്ദനത്തിനിരയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അഷ്കറിനൊപ്പം താമസിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ 2 കൈക്കും പൊട്ടലുണ്ടായി. സൈക്കിളിൽ നിന്ന് വീണെന്നായിരുന്നു അമ്മയുടെ മറുപടി. അഷ്കർ മർദ്ദിച്ചതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. അമ്മയും പങ്കാളിയും പോലീസ് കസ്റ്റഡിയിലാണ്. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ചോദ്യം ചെയ്യുന്നു. മർദ്ദനത്തിൽ അഖിലയ്ക്ക് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.